സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഏറ്റവും പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു ക്വിക്ക് റിവിഷൻ ആണ്. ആൻസേഴ്സ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യത്തെ ചോദ്യം, ഒരു ടേപ്പ് റെക്കോർഡറിൽ ശബ്ദോർജം ഏത് രൂപത്തിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നു? ഒരു ടേപ്പ് റെക്കോർഡറിൽ ശബ്ദോർജം ഏത് രൂപത്തിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നു? കാന്തികോർജമായിട്ടാണ്. കാന്തികോർജം. സിന്ദൂരത്തിൽ അടങ്ങിയിരിക്കുന്ന ചുവന്ന വർണ്ണവസ്തു. സിന്ദൂരത്തിൽ അടങ്ങിയിരിക്കുന്ന ചുവന്ന വർണ്ണവസ്തു ട്രൈലഡ് ടെട്രോക്സൈഡ് ആണ്. ട്രൈലഡ് ടെട്രോക്സൈഡ് സിന്ദൂരത്തിൽ അടങ്ങിയിരിക്കുന്ന ചുവന്ന വർണ്ണവസ്തു. വെണ്മയുടെ പ്രതീകം എന്നറിയപ്പെടുന്ന പദാർത്ഥം. വെണ്മയുടെ പ്രതീകം എന്നറിയപ്പെടുന്ന പദാർത്ഥം ടൈറ്റാനിയം ഡയോക്സൈഡ് ആണ്. ടൈറ്റാനിയം ഡയോക്സൈഡ്. ആദ്യത്തെ കൃത്രിമ ഹൃദയം. ആദ്യത്തെ കൃത്രിമ ഹൃദയം ജാർവിക് 7 ആണ്. ജാർവിക് 7 ആദ്യത്തെ കൃത്രിമ ഹൃദയം ജാർവിക് 7. രക്തം കട്ടപിടിക്കാതെ സൂക്ഷിക്കാൻ രക്തബാങ്കുകളിൽ ഉപയോഗിക്കുന്ന രാസവസ്തു. രക്തം കട്ടപിടിക്കാതെ സൂക്ഷിക്കാൻ രക്തബാങ്കുകളിൽ ഉപയോഗിക്കുന്ന രാസവസ്തു സോഡിയം സിട്രേറ്റ് ആണ്. സോഡിയം സിട്രേറ്റ്. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായത് ലാറ്ററൈറ്റ് മണ്ണാണ്. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? ലാറ്ററൈറ്റ്. ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം ഏത് നദിയുടെ തീരത്താണ്? ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം ഏത് നദിയുടെ തീരത്താണ്? നെയ്യാറിന്റെ തീരത്താണ്. നെയ്യാർ. ഇന്ത്യയിൽ ആദ്യമായി മയിൽ സംരക്ഷണ കേന്ദ്രം തുടങ്ങിയ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് മയിൽ സംരക്ഷണ കേന്ദ്രം തുടങ്ങിയ സംസ്ഥാനം കർണാടകയാണ്. കർണാടക. ഇന്ത്യയിൽ ആദ്യമായിട്ട് മയിൽ സംരക്ഷണ കേന്ദ്രം തുടങ്ങിയ സംസ്ഥാനം കർണാടക. ഭൂമിയുടെ ഉത്തര ധ്രുവ പ്രദേശം ഏത് സമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഭൂമിയുടെ ഉത്തര ധ്രുവ പ്രദേശം ഏത് സമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആർട്ടിക് സമുദ്രത്തിലാണ്. ഭൂമിയുടെ ഉത്തര ധ്രുവ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ആർട്ടിക് സമുദ്രത്തിലാണ്. വൈദ്യുത വിശ്ലേഷണത്തിലൂടെ ഒരു ലോഹത്തിൽ മറ്റൊരു ലോഹം പൂശുന്ന പ്രക്രിയ. വൈദ്യുത വിശ്ലേഷണത്തിലൂടെ ഒരു ലോഹത്തിൽ മറ്റൊരു ലോഹം പൂശുന്ന പ്രക്രിയയാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. ഇലക്ട്രോപ്ലേറ്റിംഗ്. തിളനിലകൾ തമ്മിലുള്ള വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ തമ്മിൽ കലർന്ന രണ്ട് ദ്രാവകങ്ങളുടെ മിശ്രിതത്തെ വേർതിരിക്കുന്ന രീതി. തിളനിലകൾ തമ്മിലുള്ള വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ തമ്മിൽ കലർന്ന രണ്ട് ദ്രാവകങ്ങളുടെ മിശ്രിതത്തെ വേർതിരിക്കുന്ന രീതിയാണ് ആംശിക സേദനം. ആംശിക സേദനം. മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന മൂലകം. മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന മൂലകം ലിഥിയമാണ്. ലിഥിയം. മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന മൂലകമാണ് ലിഥിയം. മനുഷ്യ ശരീരത്തിലെ നീളമേറിയ കോശം. മനുഷ്യ ശരീരത്തിലെ നീളമേറിയ കോശം നാഡീകോശമാണ്. നാഡീകോശമാണ് മനുഷ്യ ശരീരത്തിലെ നീളമേറിയ കോശം. കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും പ്രദാനം ചെയ്യുന്ന ദ്രാവകം. കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും പ്രദാനം ചെയ്യുന്ന ദ്രാവകമാണ് അക്വസ് ദ്രവം. അക്വസ് ദ്രവം. ഒരു കല്ലിൽ ചരട് കെട്ടി കറക്കുമ്പോൾ കല്ലിന്റെ ചലനം. ഒരു കല്ലിൽ ചരട് കെട്ടി കറക്കുമ്പോൾ കല്ലിന്റെ ചലനം വർത്തുള ചലനമാണ്. വർത്തുള ചലനം. മനുഷ്യന്റെ ആമാശയത്തിലുള്ള ആസിഡ്. മനുഷ്യന്റെ ആമാശയത്തിലുള്ള ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. മനുഷ്യന്റെ ആമാശയത്തിലുള്ള ആസിഡ് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. ശ്വാസകോശത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ട സ്തരം ഏതാണ്? ശ്വാസകോശത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ട സ്തരം
പ്ലൂറയാണ്, പ്ലൂറ. ശ്വാസകോശത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ട സ്ഥലം ഏതാണ്? പ്ലൂറ. അണലി വിഷം ബാധിക്കുന്ന ശരീരഭാഗം. അണലി വിഷം ബാധിക്കുന്ന ശരീരഭാഗം വൃക്കയാണ്, വൃക്ക. അണലി വിഷം ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ്? വൃക്ക. ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ള ഭൂമിയുടെ പാളി. ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ള ഭൂമിയുടെ പാളി ഭൂവൽക്കമാണ്. ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ള ഭൂമിയുടെ പാളി ഭൂവൽക്കം. ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ യൂണിവേഴ്സിറ്റി. ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഏതാണ്? ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി, മധ്യപ്രദേശ്. മധ്യപ്രദേശിലെ ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ യൂണിവേഴ്സിറ്റി. ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി, മധ്യപ്രദേശ്. ജാലിയൻ വാലാബാഗ് സംഭവത്തെ ഡീപ്ലി ഷെയിംഫുൾ എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ജാലിയൻ വാലാബാഗ് സംഭവത്തെ ഡീപ്ലി ഷെയിംഫുൾ എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഡേവിഡ് കാമറൂൺ ആണ്. ഡേവിഡ് കാമറൂൺ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്ന സംസ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാൾ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ. ഊർജ സംരക്ഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവ്. ഊർജ സംരക്ഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ. ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്നത് വർഗീസ് കുര്യൻ ആണ്. വർഗീസ് കുര്യൻ. ഇന്ത്യൻ ക്ഷീര വികസന ബോർഡിന്റെ സ്ഥാപകനും ആദ്യത്തെ ചെയർമാനുമായിരുന്നു. ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്നത് വർഗീസ് കുര്യൻ. പോണ്ടിച്ചേരിയിലെത്തിയ ആദ്യത്തെ ഫ്രഞ്ച് ഗവർണർ ആരാണ്? പോണ്ടിച്ചേരിയിലെത്തിയ ആദ്യത്തെ ഫ്രഞ്ച് ഗവർണർ ഫ്രാങ്കോയി മാർട്ടിൻ ആണ്. പോണ്ടിച്ചേരിയിലെത്തിയ ആദ്യത്തെ ഫ്രഞ്ച് ഗവർണർ ആരാണ്? ഫ്രാങ്കോയി മാർട്ടിൻ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി നെഹ്റുവാണ്. നെഹ്റു. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി ആരാണ്? നെഹ്റു. ആണവ ദുരന്തമുണ്ടാകുന്ന പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ഉടനെ കഴിക്കാൻ നൽകുന്ന ഗുളികകളിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥം. ആണവ ദുരന്തമുണ്ടാകുന്ന പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ഉടനെ കഴിക്കാൻ നൽകുന്ന ഗുളികകളിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥമാണ് പൊട്ടാസ്യം അയോഡൈഡ്. പൊട്ടാസ്യം അയോഡൈഡ്. കണ്ണീർ വാതകമായിട്ട് ഉപയോഗിക്കുന്ന ക്ലോറിൻ സംയുക്തം. കണ്ണീർ വാതകമായിട്ട് ഉപയോഗിക്കുന്ന ക്ലോറിൻ സംയുക്തമാണ് ബെൻസൈൽ ക്ലോറൈഡ്. ബെൻസൈൽ ക്ലോറൈഡ്. കന്നുകാലികളുടെ എല്ലുപൊടി വളമായി ഉപയോഗിക്കുന്നത് ഏത് മൂലകം അടങ്ങിയിരിക്കുന്നതിനാലാണ്? കന്നുകാലികളുടെ എല്ലുപൊടി വളമായിട്ട് ഉപയോഗിക്കുന്നത് ഏത് മൂലകം അടങ്ങിയിരിക്കുന്നതിനാലാണ്? ഫോസ്ഫറസ് ആണ്. ഫോസ്ഫറസ്. ജലദോഷത്തിന്റെ ശാസ്ത്രീയ നാമം. ജലദോഷം നാസോഫാരിഞ്ചൈറ്റിസ് എന്നാണ്. നാസോഫാരിഞ്ചൈറ്റിസ്. നാസോഫാരിഞ്ചൈറ്റിസ്. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന കൊബാൾട്ടിന്റെ ഐസോട്ടോപ്പ്. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന കൊബാൾട്ടിന്റെ ഐസോട്ടോപ്പ് കൊബാൾട്ട് 60 ആണ്. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന കൊബാൾട്ടിന്റെ ഐസോട്ടോപ്പാണ് കൊബാൾട്ട് 60. അമീബ ഉൾപ്പെടുന്ന ജീവവിഭാഗം. അമീബ ഉൾപ്പെടുന്ന ജീവവിഭാഗമാണ് പ്രോട്ടോസോവ. പ്രോട്ടോസോവ. ഗാന്ധിജി ജോഹന്നാസ്ബർഗിൽ സ്ഥാപിച്ച ആശ്രമം ഏതാണ്? ഗാന്ധിജി ജോഹന്നാസ്ബർഗിൽ സ്ഥാപിച്ച ആശ്രമം ഏതാണ്? ടോൾസ്റ്റോയ് ഫാം ആണ്. ടോൾസ്റ്റോയ് ഫാം. ദക്ഷിണാഫ്രിക്കയിലെ ടോൾസ്റ്റോയ് ഫാം ആണ് ഗാന്ധിജി ജോഹന്നാസ്ബർഗിൽ സ്ഥാപിച്ച ആശ്രമം. നീലക്കുറിഞ്ഞി പൂക്കുന്നതിന്റെ ഓർമ്മയ്ക്കായി ഇന്ത്യൻ തപാൽ വകുപ്പ് കുറിഞ്ഞിപ്പൂവിന്റെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം. നീലക്കുറിഞ്ഞി പൂക്കുന്നതിന്റെ ഓർമ്മയ്ക്കായിട്ട് ഇന്ത്യൻ തപാൽ വകുപ്പ് കുറിഞ്ഞിപ്പൂവിന്റെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2006 ആണ്. 2006. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? മംഗളവനമാണ്. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനം. ധ്രുവ നക്ഷത്രം ഏത് ദിക്കിനെ സൂചിപ്പിക്കുന്നു? ധ്രുവ നക്ഷത്രം
വടക്ക് ദിക്കിനെ സൂചിപ്പിക്കുന്നു. ധ്രുവ നക്ഷത്രം വടക്ക് ദിക്കിനെ സൂചിപ്പിക്കുന്നു. ഗാന്ധിജി കോൺഗ്രസിൽ നിന്നും രാജിവെച്ച വർഷം. ഗാന്ധിജി കോൺഗ്രസിൽ നിന്നും രാജിവെച്ചത് 1934 1934 ഗാന്ധിജി കോൺഗ്രസിൽ നിന്നും രാജിവെച്ചത്. സിനിമയാക്കിയ ആദ്യത്തെ മലയാള നോവൽ ഏതാണ്? സിനിമയാക്കിയ ആദ്യത്തെ മലയാള നോവലാണ് മാർത്താണ്ഡവർമ്മ. സിനിമയാക്കിയ ആദ്യത്തെ മലയാള നോവൽ മാർത്താണ്ഡവർമ്മ. ഇന്ത്യയുടെ നെയ്ത്ത് പട്ടണം എന്നറിയപ്പെടുന്ന നഗരം. ഇന്ത്യയുടെ നെയ്ത്ത് പട്ടണം എന്നറിയപ്പെടുന്ന നഗരം പാനിപ്പത്താണ്. പാനിപ്പത്ത്. ഇന്ത്യയുടെ നെയ്ത്ത് പട്ടണം പാനിപ്പത്ത്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ലൂ. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ലൂ. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ഗ്രഹം. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ഗ്രഹം ശനിയാണ്. ശനി. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ഗ്രഹം ശനി. ലോക ഹിന്ദി ദിനമായിട്ട് ആചരിക്കുന്നത്. ലോക ഹിന്ദി ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ജനുവരി 10. ജനുവരി 10 ലോക ഹിന്ദി ദിനമായിട്ട് ആചരിക്കുന്നത്. ആരുടെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കുന്നത്? ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കുന്നത് സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമായ ജനുവരി 12. സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമായ ജനുവരി 12 ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊറോണ വൈറസ് സ്ഥിരീകരിച്ച സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊറോണ വൈറസ് സ്ഥിരീകരിച്ച സംസ്ഥാനം കേരളമാണ്. കേരളം. കേരളത്തിലെ സർക്കസ് കലയുടെ പിതാവായി അറിയപ്പെടുന്നത്. കേരളത്തിലെ സർക്കസ് കലയുടെ പിതാവ് കീലേരി കുഞ്ഞിക്കണ്ണനാണ്. കീലേരി കുഞ്ഞിക്കണ്ണനാണ് കേരളത്തിലെ സർക്കസ് കലയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. കീലേരി കുഞ്ഞിക്കണ്ണൻ. കേരളത്തിന്റെ കിരീടം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജില്ല ഏതാണ്? കേരളത്തിന്റെ കിരീടം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജില്ല കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ ജില്ലയാണ് കേരളത്തിന്റെ കിരീടം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജില്ല. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ആരുടേതാണ്? വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം വൈകുണ്ഠസ്വാമികളുടേതാണ്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം വൈകുണ്ഠസ്വാമികൾ. കവി തിലകൻ എന്നറിയപ്പെട്ടത്. കവി തിലകൻ പണ്ഡിറ്റ് കറുപ്പനാണ്. പണ്ഡിറ്റ് കറുപ്പനാണ് കവി തിലകൻ എന്ന് അറിയപ്പെട്ടത്. ദേശീയ നദിയായിട്ട് ഗംഗയെ അംഗീകരിച്ച വർഷം ഏതാണ്? ദേശീയ നദിയായിട്ട് ഗംഗയെ അംഗീകരിച്ചത് 2008 നവംബർ 4 2008 നവംബർ 4 ദേശീയ നദിയായിട്ട് ഗംഗയെ അംഗീകരിച്ചത്. 2008 നവംബർ 4. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്. ആരുടെ ജന്മദിനത്തിന്റെ ഓർമ്മയ്ക്കാണ് ജൂലൈ 1 ഡോക്ടേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത്? ആരുടെ ജന്മദിനത്തിന്റെ ഓർമ്മയ്ക്കാണ് ജൂലൈ 1 ഡോക്ടേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത്? ബിധൻ ചന്ദ്ര റോയ്. പ്രശസ്ത ഭിഷങ്കരനും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയുമായിരുന്ന ബിധൻ ചന്ദ്ര റോയിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ജൂലൈ 1 ഡോക്ടേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത്. ബിധൻ ചന്ദ്ര റോയ്. കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.